നമസ്കാരം. സമ്മർദ്ദം തുടരുമ്പോഴും വിശ്വസ്തനെ കൈവിടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയുണ്ടാകില്ല. അന്വേഷണം തീരട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഘടകകക്ഷികൾ നിലപാട് കടുപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രി അയഞ്ഞില്ല. അജണ്ടയിൽ വെച്ച് ചർച്ച വേണമെന്ന് RJD ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തീരട്ടെ എന്ന് തന്നെയാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത്. RSS നേതാവിനെ കണ്ടതുകൂടി അന്വേഷിക്കാമെന്നും നടപടി അതിനുശേഷം എടുക്കാമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വിഷയം പ്രധാന ചർച്ചയായ നിർണായക LDF യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി NCPയും RJDയും അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. മുന്നണി യോഗത്തിന് മുൻപായി CPM CPI നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു. ADGP RSS കൂടിക്കാഴ്ച ഗൗരവതരമെന്ന് NCP അധ്യക്ഷൻ PC ചാക്കോ പറഞ്ഞിരുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണമെന്ന് RJDയും ആവശ്യമുന്നയിച്ചു. നിലപാട് LDFനെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞത്. RSS നേതാക്കളെ ADGP കണ്ടത് LDF സർക്കാരിന്റെ നയങ്ങൾക്ക് യോജിച്ചതല്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്നും വർഗീസ് ജോർജ് പറഞ്ഞിരുന്നു. ADGPമാരെ മാറ്റുമ്പോൾ നടപടിക്രമം പാലിക്കേണ്ടതുണ്ടെന്നായിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവിന്റെ പ്രതികരണം. മുൻപ് നടപടിക്രമം പാലിക്കാത്തതിനാൽ സെൻകുമാർ കേസിൽ സർക്കാരിന് തിരിച്ചടിയുണ്ടായതായും ആന്റണി രാജു പറഞ്ഞിരുന്നു. ADGPയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നതായിരുന്നു CPIയുടെ നിലപാട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണുള്ളത്. RSS നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച വ്യക്തമാക്കണമെന്ന് LDF കൺവീനർ ഘടിപ്പിച്ചിരുന്നു. നടപടി വേണമെന്ന നിലപാടിലായിരുന്നു CPI ദേശീയ നേതൃത്വം. അതിനിടെ തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ADGP മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. ഈ കത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ അജിത് കുമാർ നിയമ പോരാട്ടത്തിനും ഇറങ്ങും. ദത്താത്രേയ ഹൊസബലെ, റാം മാധവ് ഈ RSS നേതാക്കളെ ക്രമസമാധാന ചുമതലയുള്ള ADGP കണ്ടതിൽ കടുത്ത അതൃപ്തിയിലാണ് CPMലും LDFിലെയും കാര്യങ്ങൾ. സ്വകാര്യ സന്ദർശനമെന്ന അജിത് കുമാറിന്റെ വിശദീകരണം ഇടതു നേതാക്കൾ വിശ്വസിക്കുന്നുമില്ല. ഇതിനിടയിലാണ് മലപ്പുറം പോലീസിൽ അഴിച്ചുപണിയുണ്ടായത്. അൻവറിനെ പിന്തുണയ്ക്കുമെന്ന സന്ദേശമായിരുന്നു ഇതോടെ മുഖ്യമന്ത്രി നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് അജിത് കുമാർ അവധി അപേക്ഷയും പിൻവലിച്ചത്. അൻവറിന്റെ പരാതിയിൽ അജിത് കുമാറിനെ മാറ്റാൻ ഒരു ഘട്ടത്തിൽ ധാരണയായിരുന്നു. എന്നാൽ P ശശിയെ മാറ്റേണ്ടി വരുമെന്ന പ്രശ്നത്തിലാണ് അജിത്തിനെ നിലനിർത്തിയത്. RSS കൂടിക്കാഴ്ച അജിത് കുമാർ സമ്മതിച്ചു. അപ്പോഴും നടപടിയെടുക്കുന്നില്ല. RSS കൂടിക്കാഴ്ചയിൽ ആരോപണങ്ങൾക്ക് മേൽ ആരോപണം വന്നിട്ട് പ്രത്യേകിച്ചൊരു അന്വേഷണ റിപ്പോർട്ടൊന്നും ADGPക്കെതിരെ മുഖ്യമന്ത്രി ഇതുവരെ തേടിയിട്ടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെ ആരോപണത്തിന്റെ നിഴലിലായതോടെ ഓരോ ജില്ലയിലെയും പോലീസ് പ്രവർത്തനങ്ങളുടെ അവലോകനം ഉൾപ്പെടെ താളം തെറ്റിയെന്ന വാദവുമുണ്ട്. ക്രൈംബ്രാഞ്ച് IG CH നാഗരാജുവിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ചിട്ടുണ്ട്. അക്ബർ ചുമതല ഏറ്റെടുക്കാത്തതിനെ തുടർന്നാണിത്. അക്ബറിനെ എറണാകുളം ക്രൈംബ്രാഞ്ച് IG-യാക്കി. കൊച്ചി കമ്മീഷണർ S ശ്യാംസുന്ദറിനെ ദക്ഷിണ മേഖല IG-യാക്കി. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് MDയുടെ അധിക ചുമതല അദ്ദേഹം വഹിക്കും. ജയനാഥാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് DIG. ഭീകരവിരുദ്ധ സ്ക്വാഡ് DIG പുട്ട വിമലാദിത്യയെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാക്കി. ഭീകരവിരുദ്ധ സ്ക്വാഡ് DIGയുടെ ചുമതലയും ഉണ്ടാകും. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസിന് എറണാകുളം റേഞ്ച് DIGയുടെ ചുമതല കൂടി നൽകി. സൈബർ ഓപ്പറേഷൻസ് SP ഹരിശങ്കർ പോലീസ് ആസ്ഥാനത്ത് AIGയുടെ പേഴ്സണൽ അധിക ചുമതലയും വഹിക്കും. വിജിലൻസ് എറണാകുളം റേഞ്ച് SP J ഹിമേന്ദ്രനാഥിനെ കോട്ടയം ക്രൈംബ്രാഞ്ച് SP-യുമാക്കി. അൻവർ MLA ആരോപണം ഉന്നയിച്ച എല്ലാ ഉദ്യോഗസ്ഥരെ മാറ്റിയില്ലെങ്കിലും ADGP അജിത് കുമാർ തൽസ്ഥാനത്ത് തന്നെ തുടരുകയാണ്.